നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ വീട് ഇങ്ങനെ അടുക്കി പെറുക്കലും ഒക്കെയാണ്, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാപ്പിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പാപ്പിൻ്റെ ഇതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരാളുടെ റെഡി ആയിട്ടുണ്ട്. പാപ്പി ഇവിടെ സുന്ദരി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തുടങ്ങിയതായിരുന്നു അടിക്കലും തുടയ്ക്കലും നമ്മൾ. അപ്പോൾ എന്തിനാണ് പാക്ക് ചെയ്യണത്? നമ്മൾ പാലക്കാട് പോവുകയാണ്. ആ പാപ്പി എവിടെ പോണേ? പാലക്കാട് പോവുകയാണ് പാപ്പി. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടേ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടി അതാണ് ഇവിടെ ഇങ്ങനെ കിടക്കണത്. അതിലാക്കിയിട്ട് അതൊക്കെ തൂക്കിയിട്ട് പോകേണ്ട ഒരു വിഷയം. അത് തൂക്കണേക്കാളും എളുപ്പമല്ലേ. നിൻ്റെയൊക്കെ അത്യാവശ്യമൊക്കെ എല്ലാം എടുത്താക്ക്, എന്നിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ഇന്നലെ എല്ലാ റൂമും വൃത്തിയാക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ചെയ്തു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മുടെ വീട് പാല് കാച്ചൽ ഞായറാഴ്ചയ്ക്കാണ്. അപ്പോൾ വരാൻ പറ്റുന്ന എല്ലാവരും വരിക. ഞായറാഴ്ചയ്ക്കാണ്. വരാൻ പറ്റുന്നവർ കമൻ്റ് ഇടുക, ഞാൻ അപ്പോൾ നമ്പർ തരാം. എന്തായാലും ഞായറാഴ്ചയ്ക്കാണ്. ഭയങ്കര സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചൊരു വീടാണ്. നമ്മളത് പൂർത്തിയാവുമെന്ന് പോലും അറിയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വീട് എങ്ങനെ ഓരോരോ ഘട്ടം പോലും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. രോഷിൻ്റെ ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട്. രോഷി ബാഗിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നേക്ക് പോവും. ഇന്നേക്കല്ല, നാളെ വ്യാഴാഴ്ചയാണ് നമ്മൾ പോണത്. ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് അങ്ങടിക്ക് ട്രെയിനിൽ ഒലവക്കോട് അച്ഛൻ വന്ന് നിൽക്കാൻ. അച്ഛൻ പാലക്കാടാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പോണു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പാലൊക്കെ കാച്ചി കഴിഞ്ഞൊരു 10-15 ദിവസമൊക്കെ ഇരുന്നിട്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ അതിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം, സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ഞങ്ങൾ ആദ്യം നമ്മൾ വണ്ടി പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. വേണ്ട, അത് ഭയങ്കര ഒരു റെൻറ്റ് കൂടുതലാവണം. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഓരോരോ പണിത്തിരക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പാപ്പിൻ്റെ എല്ലാവരെയും വിളിക്കുന്നേ, എല്ലാവരും വരണേ പറയേ. എന്തോ പറയാൻ വന്നു, ഞാൻ പറയാൻ വന്നപ്പോൾ അവളത് അവിടെ വിട്ടു. അങ്ങനെ അപ്പോൾ രോഷിയൊക്കെ ഇവിടെ നല്ല പണിത്തിരക്കാണ്, പണി ചെയ്തുകൊണ്ട് നടക്കുകയാണ്. രോഷി ഇപ്പോൾ കടയ്ക്ക് പോയി. പാപ്പിക്കും രോഷിക്കും എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പാപ്പിൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ? പാപ്പിനോടാ ചോദിച്ചു, ഞാൻ നിന്നോടല്ല. പാപ്പിൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ? പാപ്പി ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ? അപ്പോൾ പാപ്പിൻ്റെ ഡ്രസ്സൊക്കെ പാക്ക്. പാപ്പി ചിരിക്കണം. പാപ്പിക്കിൻ്റെ കാണിച്ചു കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ ഭയങ്കര ചിരിയാണ്. ഞങ്ങൾ 3 പേര് ആദ്യമായിട്ടാണ് പാലക്കാട് തനിയെ പോണത്. ട്രെയിനിലായതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാനും പാപ്പിയൊക്കെ ട്രെയിൻ കയറുന്നതും. പാപ്പിൻ്റെ ചെറിയൊരു കളറ് മാത്രം കാണിച്ചു തരാം. ഡ്രസ്സ് മൊത്തത്തിൽ കാണാതെ ഞാൻ പാക്ക് ചെയ്തതാ. പാപ്പിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ഇതാണ്. അപ്പോൾ പാപ്പി സുന്ദരിനെയും കൊണ്ട് നാളേക്ക് പോകണം. രോഷി എന്തൊക്കെയാണ് പാക്ക് ചെയ്യണത്? ഇത് അപ്പം നമ്മൾ ഇവിടെയുള്ള ഡ്രസ്സും അതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് വേണം പോവാൻ. എന്ത് വേണം? അതിൽ വേണം പോവാൻ. നമ്മൾ ഇട്ടെറിഞ്ഞ് പോകാനും പറ്റും. നമ്മൾ കുറച്ച് ദിവസം കണ്ടില്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റായി വെക്കണം. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ 3 മണിയാവാറായിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായി. ഇനി ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കി ഓഫാക്കി ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കി അവിടെ വെക്കണം. പാത്രങ്ങളൊക്കെ കഴുകി കമിഴ്ത്തി വെക്കണം. അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ചെയ്യും, പിന്നെ ഇത്തിരി നേരം പോയിരിക്കുക. എന്ന് വെച്ചാൽ ഇന്നലെ മുതൽ തുടങ്ങിയൊരു പണിയാണ്. നമ്മൾ ഇതുവരെ വിട്ടു നിൽക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ വീടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഈ വീടുമായിട്ട് അത്രയ്ക്ക് ഒരു ആത്മാർത്ഥ ബന്ധമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ നമുക്ക് തോന്നുക. വാടകയ്ക്കാണെങ്കിലും നമ്മുടെ സ്വന്തം വീട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അതുമല്ല നമ്മൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് മാറ്റി വയ്ക്കണം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. രോഷിയും ഇടയിലൊക്കെ ഇങ്ങനെ വന്ന് ഓരോന്നും ചെയ്യേണ്ടത്. പാപ്പിയാണെങ്കിൽ ഇത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതാക്കേണ്ടത്. ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡാക്കി വെച്ചിട്ടുണ്ട്. അതാണ് പാപ്പി ഇങ്ങനെ ആക്കണ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. തെറ്റിദ്ധരിക്കേണ്ട.
നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ കൊണ്ടുപോകുകയാണെങ്കിലേ അവിടെ പോയി കാശ് കൊടുത്ത് വാങ്ങിക്കാതായില്ലേ എന്ന് ചിന്തിച്ചു. പിന്നെ ഇത് കൊണ്ടുപോകുന്നത് വേറൊന്നുമല്ല, ഇത്തിരി വെള്ളം ചൂടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് ഓലപ്പുരയിലിരിക്കുമോ അതോ പുതിയ വീട്ടിലിരിക്കുമോ എന്നറിയില്ല. ഞായറാഴ്ചയാണ് പാല് കാച്ചൽ. അപ്പോൾ നമ്മൾ പോകുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ 2-3 ദിവസം നമുക്ക് ഇരിക്കണം. എന്ത് ചെയ്യുന്നൊന്നും തീരുമാനമായില്ല. കുറച്ച് പേര് പറയണ്ടായിരുന്നു എന്താണ് പാല് അടുപ്പ് കത്തിക്കാതെ അവിടെ കിടക്കണതിനൊന്നും പ്രശ്നമില്ല, അവിടെ കിടക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണിയായിട്ടുണ്ട്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അയ്യോ, ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു. ഇവിടെയൊക്കെ അടിച്ചു വിടൽ അങ്ങനെ തുണി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാ എടുത്തും വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രേ കൊണ്ടുപോകണുള്ളൂ. നമ്മൾ ട്രെയിനിൽ പോകുന്നത് കൊണ്ട് അധികം കൊണ്ടുപോകാൻ പറ്റില്ല. ഇതേ കൊണ്ടുപോകാൻ കഷ്ടമാണ്, എന്നാലും ഇത് അത്യാവശ്യത്തിനുള്ളത് വേണമല്ലോ. ഒക്കെ അവിടെ പോയിട്ട് പൈസ കൊടുത്ത് മേടിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് അറിയാൻ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുള്ളൂ. പാപ്പിനെ കൊണ്ടുപോകുമ്പോൾ അറിയില്ല പാപ്പിൻ്റെ സ്വഭാവമൊന്നുമില്ല. അത്യാവശ്യം ഡ്രസ്സൊക്കെ വേണം. നമ്മൾ ഒരു 10 ദിവസമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡ്രസ്സില്ലാതെ ഒന്നും അവിടെ പിടിച്ച് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് അതിൽ തന്നെ വെക്കുമല്ലോ, അതൊക്കെ മാറ്റി ഫ്രിഡ്ജൊക്കെ കഴുകി വൃത്തിയാക്കി ഇനിയിപ്പോൾ അത് ഓഫാക്കിയിട്ട് പോകാം എന്ന് വെച്ചാൽ മഴ ഒരു 5-6 മണിക്ക് ശേഷം ഇടവിട്ട് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ 1-2 ദിവസമാണെങ്കിൽ ശരി. ഇതിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് ഓണാക്കിയിട്ട് പോയി അത് അടിച്ചു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് സാധനം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് ബക്കറ്റിൽ അതാ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാട്ടോ അവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എടുത്ത് അവിടെ അവിടെ അടച്ച് ഭദ്രമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂപ്പലും അങ്ങനെ കാര്യങ്ങളൊന്നും വരാത്ത രീതിക്ക് നമ്മൾ പുറത്തിടുകയാണെങ്കിൽ മാത്രമല്ല അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാതും ചെയ്ത് ഇവിടെ ആൾക്കാർ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്, പൊട്ടിക്കാത്ത ഇങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സിലൊക്കെ ആക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുവരില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചത് കൊണ്ടുപോകാമെന്ന്. നമ്മൾ വണ്ടി പിടിച്ച് പോവുകയാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ എന്താ പറയുക പറ്റാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. അല്ലേ പാപ്പിയേ? അപ്പോൾ നമ്മൾ നാളെ രാവിലെയാണ് പോണത്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിലേക്ക് ഓർക്കാൻ നല്ലപോലെ തന്നെ ആവട്ടെ. പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല. വീഡിയോ എടുക്കും, നമ്മൾ എടുക്കാതില്ല. പക്ഷെ അവിടെ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നെറ്റില്ലാത്തതുകൊണ്ട്. ഫോണിൽ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് 1 GB പോലും നെറ്റില്ലാതെ കോൾ മാത്രമാണ് ഫോണിലെടുക്കുക. നമ്മൾ പുറത്തൊന്നും പോകാറില്ലല്ലോ. അപ്പോൾ നെറ്റ് വൈഫൈ ആണ്, അവിടെ വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. നമുക്കിവിടെ പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇടയ്ക്കിലൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കണം. പുതിയ വീട്ടിൻ്റെ വിശേഷവും ഇതിൽ പാപ്പിൻ്റെ ഓല വീട് എന്തായെന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ, അതൊക്കെ ഇടാമെന്ന് വിശ്വസിക്കുന്നു. രോഷി വാ, എന്നാലും വാ ഈ നമ്മൾ കുറച്ച് ദിവസം കണ്ടില്ലേ വരുള്ളൂ. പറഞ്ഞിട്ട് പോ. ബിരിയാണി വാങ്ങിച്ചു തരികയാണെങ്കിൽ വരാമെന്ന്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല രോഷി ബിരിയാണി വാങ്ങിക്കാൻ. ഉണ്ണി വാ, രോഷി വാ പറഞ്ഞപ്പോൾ പാപ്പി വരികയാണ്. അപ്പോൾ ഇനി പാപ്പിനെ കൊണ്ട് മേല് കഴുകി വിടണം. ചായ കുടിച്ച് ബനിയൻ നനച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അയ്യോ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് നാളേക്ക് പോകുന്നത്. ഇല്ലടാ സുന്ദരി, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. നമ്മുടെ വീടെന്ന സ്വപ്നം എന്താ പറയുക, ഇങ്ങനെ ഒരു രീതിക്കാവാം. ഒരുപാട് പേരുണ്ട് അതിൻ്റെ പിന്നിൽ. അവരുടെ അടുത്തൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ നന്ദി പറയാണ്. അല്ലേ മക്കളോ? എല്ലാവരുടെ അടുത്തും നന്ദി പറയാണ്. നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശരിക്കും ഞാൻ ആ വീടൊന്ന് വാർത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് അത് എന്താ പറയുക, പാല് കാച്ചലിൽ തന്നെ വന്ന് എത്തിയിട്ടുണ്ട്. അതും പെട്ടെന്ന് തന്നെ പാല് കാച്ചൽ ചെയ്യാൻ പറ്റുന്നതും വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ സ്വന്തം വീട്ടിൽ നല്ലൊരു അടച്ചുറപ്പുള്ളൊരു സ്വന്തമായൊരു വീട്ടിൽ നമ്മൾ കയറി താമസത്തിന് പോകാൻ നിൽക്കുകയാണ് അല്ലേ? എന്തത്? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും. പാപ്പിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണല്ലോ നമുക്ക് ഏറ്റവും വലുത്. പാപ്പിൻ്റെ ചിരിയുണ്ട
അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിക്കാൻ വരും. അപ്പോൾ പാല് കാച്ചിയതും വീട് അടച്ചിട്ടിട്ട് വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഡ്രസ്സൊക്കെ എടുത്തത്. അല്ലെങ്കിൽ ഇത്രയും ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവില്ല, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു. ഇവരിൻ്റെ ഒന്നും ഇവർ കാണിക്കില്ല, അവർ ഞാൻ എൻ്റെ കാണിക്കാം. ഇതാണ് എനിക്കെടുത്തത്. നമ്മളെന്ന് പറയുമ്പോൾ ഈ വിഷുവിനും ഓണത്തിനും അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ പട്ടുപാവാട തന്നെ വാങ്ങി വെച്ചു. എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ ഓണത്തിന് അവൾക്കൊരു പല്ലുവേദന വന്നു. അപ്പോൾ നമ്മൾ ആരും ആ ഓണത്തിന് ഇട്ടില്ലല്ലേ. ഞാൻ ഒരിക്കൽ പോലും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇവളും അതുപോലെ തന്നെ പല്ലുവേദന വന്നപ്പോൾ ഇവളും ഇട്ടില്ല. അപ്പോൾ പിന്നെ ഇവൾക്ക് വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു അമ്മനോട്, ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ പാല് കാച്ചുമ്പോൾ എല്ലാവരും സെറ്റിൻ്റെ തന്നെ ഇടണം. പിന്നെ സെറ്റിൻ്റെ വെറുതെ എടുത്ത് കൂട്ടിയിട്ട് കാര്യമില്ല, കാരണം ഈ സെറ്റിൻ്റെ തന്നെ കുറേ എടുത്ത് വെച്ചിട്ടല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും പാപ്പിക്കും ഇടാത്ത ഒരെണ്ണം ഉണ്ടല്ലോ സെറ്റിൻ്റെ. അപ്പോൾ ഞങ്ങൾ പാല് കാച്ചും, പാപ്പി ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പാല് കാച്ചുമ്പോൾ ആ സെറ്റിൻ്റെ ഇടാം, എന്നിട്ട് പാല് കാച്ചി കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത ഡ്രസ്സിലേക്ക് മാറാമെന്ന് പറഞ്ഞു. അത് നല്ലൊരു തീരുമാനമായി തോന്നി, കാരണം ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പം പിന്നെ വെറുതെ ഈ ഡ്രസ്സ് എടുത്ത് കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ചെറിയ പരിപാടിയല്ല, കുറച്ച് സമയത്തിന് വേണ്ടി പിന്നീട് ഒരു ഡ്രസ്സ് എടുത്ത് എന്താ പറയുക അങ്ങനെ ആക്കണ്ട. അത് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്തി വീണ്ടും എടുക്കാൻ പോകുന്ന ഡ്രസ്സ് കുറച്ച് ഇതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവളും ഞാനും എല്ലാവരും എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എടുത്തു. നമ്മള് സെറ്റ് തന്നെയാണ് എടുത്തത്. അച്ഛനും അമ്മയും സെറ്റിന്റെ തന്നെ എടുത്തു, കാരണം അവര് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായില്ല, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ എനിക്കും പാപ്പയ്ക്കും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പൊ അവളെങ്ങനെയാ തീരുമാനം, അവളും അതേ തീരുമാനം തന്നെ ആയിരിക്കും അല്ലേ പാപ്പി? ചേച്ചി പറഞ്ഞാ കേക്കില്ലേ? നമ്മള് പാലക്കാട്ടിലേക്ക് പോവാണ്. പ്രാർത്ഥനയിൽ ഓർക്ക വരാൻ പറ്റുന്നവരൊക്കെ വരുന്നവരെന്തായാലും പറയാം. അപ്പൊ നമ്മള് നമ്പർ തരാം. അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടുതരാം, കമന്റ്സ് ഇട്ടാ മതി. അപ്പൊ നമ്മൾ നോക്കാം. ബേബി എന്തോ പറയാമെന്ന് മറന്നുപോയി പാപ്പി. അപ്പോൾ എന്തായാലും വീഡിയോസ് ഒക്കെ എടുക്കും. പതുക്കെയാണെങ്കിൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇവിടെ വന്നിട്ടാവുമ്പോ പെട്ടെന്ന് തന്നെ നെറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറും. പക്ഷെ അവിടെ നിന്നാവുമ്പോ നെറ്റില്ലാത്ത ചിലപ്പോ നമ്മൾ അവിടെ പോകുമ്പോ ചിലപ്പോ ഷോർട്സ് ഇടാൻ പറ്റുള്ളായിരിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അപ്പം എടുത്തു വെച്ച എല്ലാ വീഡിയോസും. പാപ്പിനെ ക്യാമറയിൽ നോക്കുമ്പോൾ കുറച്ച് വലുത് പോലെ ഉണ്ട് അല്ലേ അമ്മ? അല്ലേ? പാപ്പി വലുതായേ. ഇനി നമ്മുടെ പാപ്പി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കാം അല്ലേ പാപ്പിയെ? അപ്പോൾ ഓക്കെ താത്ത ബൈ. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കുക. എല്ലാവരും നമ്മുടെ വീടെന്ന സ്വപ്നത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി. ഒരു ഉമ്മ കൊടുക്കുക. മതി. അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു.